ഹലോ, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാനുള്ള പ്രധാന കാരണം എൻ്റെ കെട്ടിയവനാണ്. കാരണം നാളെ രാവിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നേ വന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെ പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പോണത് ഇവിടെ അടുത്ത റെസ്റ്റോറൻറ്റിലാണ് പോണത്. കാരണം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ തേരാപ്പാര ഒരു 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോഴെല്ലാം ഇതുവഴി പോകുമ്പോൾ എല്ലാം അറിയാവുന്ന ഇക്കാമാരും ഇവരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും, ഇവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടോ, ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇന്നാണ് അതിനൊരു അവസരം ഒത്തു വന്നത്. അപ്പോൾ വീട് കിട്ടിയ അവസരം പോലെ ഞാനതൊക്കെ മുതലാക്കി ചെയ്ത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ തൊട്ട് എല്ലാവിധ പുരാതന വസ്തുക്കളും ഇവിടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു അടിപൊളി വൈബായിരുന്നു, ഒരു സമാധാന വൈബൊക്കെ എന്ന് പറയാം. പിന്നെ നമ്മൾ നേരെ ഇവിടെ ഒരു മജ്‌ലിസ് വന്നിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റിൽ ഫുഡും വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്താണെന്ന് വെച്ചാൽ സൗദി ചിക്കൻ റൈസ്, പിന്നെ ഒരു തരം കഞ്ഞിയുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സത്യത്തിൽ അത് കഞ്ഞിയല്ലാതെ എന്താണ് അതിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇക്ക് ഓർഡർ ചെയ്ത് തെറ്റിയതാണോ അതോ വന്നത് തെറ്റിയതാണോ ഒന്നും അറിയാൻ വയ്യ, ചോദിക്കാനും വയ്യായിരുന്നു. അങ്ങനെ എന്തായാലും സംഭവം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. ചിക്കനും സാലഡും ഒക്കെ കൂട്ടിയിട്ട് മറ്റേ ക്രീമി ടെക്സ്ചർ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഞാനാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് നൂഡിൽസും കഴിച്ച് പിന്നെ ബാക്കി 7 കുടിച്ച് സ്പ്രൈറ്റും കുടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടി കണ്ട വെട്ടിയിട്ട് വാഴാണ് കിടക്കുന്നത്. പിന്നെ ഇതിൽ ഫ്ലോപ്പായിട്ട് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ കുനാഫയാണ്. ഈ കുനാഫ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണെന്ന് ആരോ പറഞ്ഞ് എപ്പോഴോ കേട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഓർഡർ ചെയ്തത്. പക്ഷേ സാധനം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് രാജകീയമായിട്ട് കാറിലൊക്കെയാണ് പോയെങ്കിലും തിരിച്ച് പയ്യെ നടന്നാണ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയുള്ള ഓക്കെ, ബൈ.